എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊറിയൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1/2 കിലോ ചിക്കൻ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഈ റെസിപ്പിയിൽ ചിക്കൻ ഡബിൾ ഫ്രൈ മെത്തേഡാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ തവണ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ തവണ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ തവണ ഫ്രൈ ചെയ്യുമ്പോൾ 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി കൊറിയൻ ചില്ലി പേസ്റ്റ് ചേർക്കണം. 8 വറ്റൽമുളകും 3 കാശ്മീരി ചില്ലിയും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് 1 ടീസ്പൂൺ വിനാഗിരിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് അരച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഹണി, ഇത് മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് വൈറ്റ് സെസമി സീഡ്സ് ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്.